ഇന്നില്ലേ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട പത്തിരി പേരൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, നമ്മൾ ആ കഴുകിയെടുത്ത വെള്ളം തന്നെ മതിയാവും. എന്നിട്ടിത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 5-6 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മളെ ചിക്കൻ ഇതാ ഏകദേശം ഇപ്പോൾ ഇത് ഒന്ന് ഇടയിലൊന്ന് എടുത്തിട്ട് മൂടി തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ, അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ്. ഇതിൽ വെള്ളമൊന്നും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇടയിലൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു 12 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ഫ്രൈ ആയ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണൊന്നും ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഇതാ അതുപോലെ ഏകദേശം ഒരു ഫ്രൈ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതാ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ വലിയ സവോള, 2 വലിയ സവോളയാണ് ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വഴറ്റി കൊടുക്കട്ടോ, ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക്
ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ്. 3 ടീസ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. ഒരു 3 ചെറിയ ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ. അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതാ ചിക്കൻ്റെ പാത്രത്തിൽ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഗ്രേവിയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് നല്ല ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.